ഞാൻ ട്രസ്ലെച്ചസ് കേക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അതിന് വേണ്ടത് ഒരു ബേസിക് വനില സ്പഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഞാൻ ബൾക്കായിട്ടാണ് കേക്ക് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ വെയിങ് മെഷീൻ ആട്ടോ ഉപയോഗിക്കാറ്. കപ്പളവല്ല ഞാൻ എടുക്കാറ്. ഈ വെയിങ് മെഷീനിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നാറ്. അപ്പോൾ നിങ്ങൾ ഒരു കേക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കപ്പളവിനേക്കാൾ ഈ ഒരു വെയിങ് മെഷീൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. വളരെ ഒരു 200-230 രൂപയ്ക്ക് ഈ വെയിങ് മെഷീനുള്ളൂ. അപ്പോൾ ഞാനിപ്പം 10 എഗ്ഗിന് വേണ്ടിയിട്ട് ഒരു 230 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് എടുത്തത്. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു 1/2 kg കേക്കിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ മൈദ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല മൈദ എടുക്കാൻ നോക്കുക. കാരണം ലൂസ് മൈദ ഒക്കെ ആകുമ്പോൾ നമുക്കതിൽ ഒരുപാട് തരികളൊക്കെ കാണും. അപ്പോൾ അതില്ലാതിരിക്കാൻ നല്ല മൈദ ഉപയോഗിക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്നതെന്ന്. അത് ബേക്കിംഗ് സോഡ കുറച്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ മൈദ ഒരുപാട് ഉപയോഗിക്കുമ്പോഴാണ് ബേക്കിംഗ് സോഡ കൂടുതൽ ഇടേണ്ടി വരിക. മൈദയുടെ അളവ് ഒന്ന് കുറച്ചാൽ ബേക്കിംഗ് സോഡയും കുറച്ചിട്ടാൽ മതി. പിന്നെ ഏത് കേക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം സെറ്റായിട്ട് വരണമെന്നില്ല. നമ്മൾ ചെയ്താണ് എല്ലാ കേക്കും. ഇപ്പം എൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ തന്നാലും നിങ്ങളത് ചെയ്ത് നിങ്ങൾ അത് സെറ്റാക്കണം. അപ്പം ഒരു 40 മിനിറ്റ് ആട്ടോ ബേക്കിങ്ങിൽ. ഒരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ വെക്കാറ്. ഇത് കണ്ടോ, നമ്മുടെ കേക്കൊക്കെ മുകൾ ഭാഗം നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.